കെ ശശീന്ദ്രനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്. പാർട്ടിയിൽ ജനാധിപത്യ സമ്പ്രദായം ഉണ്ടാവരുതെന്ന് എല്ലാ കാലത്തും വാശി പിടിക്കുന്ന നേതാവാണ് കെ ശശീന്ദ്രനെന്ന് മുക്കം മുഹമ്മദ് പറഞ്ഞു. എലത്തൂർ മണ്ഡലത്തിൽ NCP സ്ഥാനാർത്ഥിയായി ദേശീയ നേതൃത്വം കെ ശശീന്ദ്രനെ പ്രഖ്യാപിച്ചതോടെയാണ് ജില്ലയിലെ NCPയിൽ വിഭാഗീയത രൂക്ഷമായത്. കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി ജില്ലാ പ്രസിഡന്റും LDF ജില്ലാ കൺവീനറുമായ മുക്കം മുഹമ്മദ് രംഗത്തെത്തി. ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ NCPയിൽ ജനാധിപത്യ സമ്പ്രദായം ഉണ്ടാവരുതെന്ന് എല്ലാ കാലത്തും വാശി പിടിക്കുന്ന നേതാവാണ് കെ ശശീന്ദ്രനെന്ന് മുക്കം മുഹമ്മദ് പറഞ്ഞു. സംസ്ഥാന ജില്ലാ ബ്ലോക്ക് യോഗങ്ങൾ ചേരാൻ ശശീന്ദ്രൻ അനുവദിക്കാറില്ലെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് NCP. ആ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എവിടെയും ജനാധിപത്യ സമ്പ്രദായം ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാ കാലത്തും വാശി പിടിക്കുന്ന ഒരു നേതാവാണ് കെ ശശീന്ദ്രൻ. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നാൽ ആ സമ്മേളനം നിർത്തിവെക്കാൻ പറയും. സംസ്ഥാന സമിതി യോഗം ചേരാൻ സമ്മതിക്കില്ല, ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ സമ്മതിക്കില്ല, ബ്ലോക്ക് കമ്മിറ്റി യോഗം ചേർന്ന അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഏറ്റവും വലുത് അഭിപ്രായം പറയുക, അഭിപ്രായം കേൾക്കുക, അതിനനുസരിച്ചുണ്ടാകുന്ന തീരുമാനം ഉണ്ടാവുകയാണ്. അത്തരം തീരുമാനങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. ഏതോ പ്രസ്സിൽ നിന്നും പോസ്റ്റർ അടിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാവുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അതിൽ നിന്നും മാറി NCPയുടെ ജില്ലാ കമ്മിറ്റി കൃത്യമായി യോഗം ചേർന്ന് ഇനി കെ ശശീന്ദ്രൻ മത്സരിക്കാൻ പാടില്ലെന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാനം പാർട്ടിയുടെ സമ്പൂർണ്ണ കൺവെൻഷനിൽ സാധൂകരണം നൽകുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര നേതൃത്വം അത്തരം കാര്യങ്ങൾ പരിശോധിക്കാതെയാണോ അതോ പരിശോധിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ കെ ശശീന്ദ്രൻ നടത്തുന്ന ന്യായീകരണത്തിലാണ് തങ്ങൾക്ക് അത്ഭുതം തോന്നുന്നതെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. നേരത്തെ എറണാകുളത്ത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്പൂർണ്ണ കൺവെൻഷനിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ തൻ്റെ പാർട്ടി തന്നോട് ഒരുപാട് കരുണ കാണിച്ചിട്ടുണ്ടെന്നും താൻ 8 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 6 തവണ വിജയിക്കുകയും 10 വർഷക്കാലം മന്ത്രിസ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇനി പാർലമെൻ്ററി ജീവിതത്തിലില്ലെന്നും വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന നേതൃത്വം അത് കേട്ടിരുന്നില്ലെന്നും എന്നാൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന് പിന്നിൽ അടിയുറച്ചു നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2ാം തവണ 5 വർഷക്കാലം മന്ത്രിയായതെന്നും 2 MLAമാരുള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം 2.5 വർഷക്കാലം തോമസ് കെ തോമസിന് ഒഴിഞ്ഞു കൊടുക്കാമായിരുന്ന സാഹചര്യമുണ്ടായിട്ടും അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞിട്ട് പോലും മാറാതെ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തങ്ങളെയെല്ലാം ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയ നേതാവാണ് ശശീന്ദ്രനെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏതോ പ്രസ്സിൽ നിന്ന് പോസ്റ്റടിച്ച് കൊണ്ടുവന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്ന സംഭവമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അതിൽ നിന്ന് മാറി NCPയുടെ ജില്ലാ കമ്മിറ്റി കൃത്യമായി യോഗം ചേർന്നു. ഇനി അദ്ദേഹം മത്സരിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് പാർട്ടിയുടെ സമ്പൂർണ്ണ കൺവെൻഷൻ അതിന് സാധൂകരണം നൽകുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര നേതൃത്വം അത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കാതെയാണോ അല്ലെങ്കിൽ പരിശോധിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അദ്ദേഹം അതിൻ്റെ ന്യായീകരണത്തിലാണ് ഞങ്ങൾക്ക് അത്ഭുതമുള്ളത്. അദ്ദേഹം എവിടെയും ഞാൻ സ്ഥാനാർത്ഥിയാവുകയില്ല അല്ലെങ്കിൽ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നിപ്പോൾ പറയുകയാണ്. എന്നാൽ അവസാനം ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ശശീന്ദ്രൻ കാഴ്ചവെച്ചതെന്നും മുക്കം മുഹമ്മദ് വിമർശിച്ചു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉണ്ടാവണം. അതുകൊണ്ട് LDFന് മങ്ങലേൽപ്പിക്കുന്ന ഒരു നടപടിക്കും തങ്ങൾ പോകില്ല. കോഴിക്കോട് ജില്ലാ LDF കൺവീനർ എന്ന നിലയ്ക്ക് മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും. പാർട്ടി പ്രവർത്തകർ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുന്നില്ല എന്ന വാർത്ത ലഭിച്ചിട്ടുണ്ടെന്നും അടിയന്തരമായി അവരെ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി LDFൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കാനുള്ള ശ്രമകരമായ ജോലിയാണിപ്പോൾ നടത്തുന്നതെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കന്മാരുമായി ചേർന്ന യോഗത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാനാണ് തീരുമാനിച്ചത്. അതിനായി സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ സബ് കമ്മിറ്റി യോഗം ചേർന്ന് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ ഇന്നലെ യോഗം ചേർന്നിരുന്നു. യോഗം ചേർന്ന അവസരത്തിൽ അവർ നോമിനേഷൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിനു വേണ്ടി സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി ഇന്നും നാളെയും ഒക്കെ യോഗം ചേർന്ന് ഉചിതമായ തീരുമാനമെടുക്കും. ഏതായാലും ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോറലേൽപ്പിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടാകുന്ന ഒരു തീരുമാനത്തിലും പോകാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അത് തന്നെയാണ്. പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും വികാരപരമായ പ്രകടനം നടത്തിയെന്ന് തോന്നിയേക്കാം. അവരെല്ലാം തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടെ നിർത്താനുള്ള ശ്രമകരമായ ജോലിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ജില്ലയിൽ LDFന് ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്യില്ലെന്നും മുക്കം മുഹമ്മദ് ആവർത്തിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.